പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണയുടെ 4ാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. നേരത്തെ പുഴയിലെ ശക്തമായ നീരൊഴുക്കിൽ 3 സംരക്ഷണ ഭിത്തികൾ പൂർണ്ണമായും പുഴയിലേക്ക് വീണിരുന്നു. വാണിയംകുളം പഞ്ചായത്തിലെ മാന്നന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈങ്കുളത്തിനെയും ബന്ധിപ്പിച്ചാണ് പുഴയ്ക്കു കുറുകെ തടയണ നിർമ്മിച്ചത്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിക്കും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ് തടയണ നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഉരുക്കു തടയണയായി മാന്നന്നൂരിൽ 5 കോടി രൂപ ചിലവഴിച്ച് 2015 ഹൈദരാബാദ് കമ്പനി പൂർത്തിയാക്കിയത്. പുഴയ്ക്ക് കുറുകെ ഉരുക്കു ഷീറ്റുകൾ വെച്ചാണ് നിർമ്മിച്ചത്. വേനലിലും നിറഞ്ഞു നിൽക്കുന്ന തടയണ കാണുവാൻ മാന്നന്നൂർ പ്രദേശത്തും വാഴാലി പ്രദേശത്തുമെല്ലാം ധാരാളം ആളുകൾ എത്തിയിരുന്നു. 3 കൊല്ലത്തിന് ശേഷം വന്ന പ്രളയമാണ് എല്ലാം തകർത്തത്. 2018 പ്രളയം തടയണയുടെ ഒരു ഭാഗം തകർത്താണ് ഒഴുകിയത്. കൃഷിക്ക് ആവശ്യമായ വെള്ളം വരുന്ന ഇറിഗേഷൻ കനാൽ അടക്കം ഇതോടെ തകർന്നു പോയി. പിന്നീട് 2019 പ്രളയവും കൂടിയായപ്പോൾ സമീപ കൃഷിയിടങ്ങളും തകർത്ത് പുഴ ഗതിമാറി ഒഴുകുകയായിരുന്നു. ഇങ്ങനെ 100 കണക്കിന് ഏക്കർ കൃഷിയിടത്തിലേക്ക് വെള്ളം ലഭിക്കാൻ നിർമ്മിച്ച തടയണ കൃഷിഭൂമികളെ തകർത്ത് ഒഴുകി. പിന്നീട് റീബിൽഡ് കേരളയും ജലവിഭവ വകുപ്പും ചേർന്ന് പരിശോധന നടത്തി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് പുനർനിർമ്മാണം നടത്തിയത്. മാന്നന്നൂർ ഭാഗത്ത് തകർന്ന പാർശ്വഭിത്തി 350 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കുക, പിന്നീട് കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകർക്ക് ഭൂമി അളന്ന് തരം തിരിച്ച് നൽകാനായിരുന്നു പദ്ധതി. പിന്നീട് മണ്ണിട്ട് നികത്തി കൃഷിക്കായി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായി 30 മീറ്റർ നീളത്തിൽ 13 സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നത്. ഇതിൽ 12 എണ്ണവും പൂർത്തിയാക്കിയിരുന്നു. അവസാന ഭിത്തിയുടെ നിർമ്മാണത്തിനിടെ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. സിമന്റും കമ്പികളും താൽക്കാലിക പാലവും ഒലിച്ചുപോയി. യന്ത്രങ്ങൾ ഉൾപ്പെടെ പുഴയിൽ കുടുങ്ങിയിരുന്നു. ഇതോടെ പണികൾ പൂർണ്ണമായും നിർത്തുകയായിരുന്നു. പിന്നീട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പണി പൂർത്തിയായ സംരക്ഷണ ഭിത്തികൾ വീഴുകയാണ് ഇപ്പോൾ. ജലം വരെ ഇങ്ങനെ ഇടിഞ്ഞു പോവുക. വർക്കിംഗ് കാര്യങ്ങൾ പറഞ്ഞാന്തോപ്പാണ്. പറഞ്ഞാന്തോപ്പ്, കടത്തോപ്പ്, അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇടിഞ്ഞു പോകാൻ കാരണം ഇപ്പൊ ഈ തടയണ വന്നു, അതിൽ പൊട്ടി ഒലിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഈ വെള്ളപ്പൊക്കം 2ാം ഘട്ടം വെള്ളപ്പൊക്കത്തിലാണ് തടയണ അവിടെ ഇരുന്നത്. അങ്ങനെ വെള്ളം വന്നപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഗതി മാറി ഒഴുകി 2 പുഴയായിട്ടാ നിൽക്കുന്നത്. ഒരു സ്റ്റേറ്റല്ല, 2 പുഴയായിട്ടാ നിൽക്കുന്നത്. ഇവരത് കെട്ടും വന്ന് അത് കെട്ടാ മുട്ടിക്കണ്ടായിരുന്നു. അത് ചെയ്തില്ല. പുഴയുടെ ഒഴുക്കിനെതിരെ നിന്നാണ് പണികൾ തുടങ്ങിയത്. സർവേ നടപടികൾ വൈകിയതാണ് ഇതിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. CCN ഒറ്റപ്പാലം.